إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله يا عباد الله. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എന്നെയും അതുപോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിന്റെ പേരിൽ ആ ഒരു വസിയത്ത് ചെയ്യുകയാണ്. നാളെ റബ്ബിനെ മുത്തഖീങ്ങളായിക്കൊണ്ട് കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള മാസമാണ്. അവിടുത്തെ തിരുജീവിതം ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ള ദിവസങ്ങളാണ് റമദാനിലെ ദിവസങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നുബുവത്ത് ലഭിച്ചതിന് ശേഷം 10-ാം വർഷം തോയിഫിലേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുന്നു. മക്കയിൽ ഒരിക്കലും ജീവിതം ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന നിമിഷത്തിൽ തന്റെ വേണ്ടപ്പെട്ടവരാണ് തോയിഫിൽ എന്ന് പ്രതീക്ഷിച്ചു വരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തുകാർ കൈയൊഴിയുന്നു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോവിച്ചുകൊണ്ട് തിരിച്ചയക്കുന്നു. എന്നാൽ ആ തോയിഫുകാർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് പ്രവാചകന്റെ അവസാന കാലത്ത്. പ്രവാചകന് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിമിഷമാണ് അത് ഈ റമദാൻ മാസത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി ഓടിച്ചിട്ടുള്ള മക്ക എന്ന വലിയ ആ ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ആ പ്രവിശ്യയെ ഒന്നാകെ ഇസ്ലാമിന്റെ കാൽ കീഴിലേക്ക് വന്നണയുന്ന മക്കം ഫത്ത്, അത് സംഭവിക്കുന്നത് റമദാൻ മാസത്തിലാണ്. അന്നും പ്രവാചകൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ഹിജ്റ 2-ാം വർഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ സഹായം കൺമുന്നിൽ കണ്ടുകൊണ്ട് ശത്രുക്കളിൽ നിന്നും വലിയ വിജയം കരസ്ഥമാക്കുന്ന ബദർ എന്നുള്ള ചരിത്ര പ്രാധാന്യമുള്ള ആ യുദ്ധം നടക്കുന്നതും അതിൽ വിജയിക്കുന്നതും ഈ റമദാൻ മാസത്തിലാണ്. നമുക്കറിയാം ബദറിനെ കുറിച്ച്. നമ്മൾ ചെറുപ്പം മുതലേ അതിന്റെ ചരിത്രങ്ങളും അതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഒരിക്കലും തന്നെ അന്നേ ദിവസം ഒരു യുദ്ധത്തിന് ഒരുങ്ങിത്തിരിക്കുന്നതല്ല. മദീനയിലുള്ള അൻസാരികളെയും അവിടേക്ക് പലായനം ചെയ്തെത്തിയിട്ടുള്ള മുഹാജിരീങ്ങളെയും മദീനയിൽ എത്തിയിട്ടും വേട്ടയാടുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു ഖുറൈശികളും മക്കയിലെ മുശ്രിക്കീങ്ങളും.
അങ്ങനെയാണ് ഷാമിൽ നിന്നും അബൂ സുഫിയാന്റെ കച്ചവട സംഘം മക്കയിലേക്ക് തിരിക്കുന്ന വാർത്ത പ്രവാചകൻ എത്തുന്നത്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് തടയാൻ വേണ്ടി കൊണ്ടുപോകുന്നു. വളരെ ചുരുക്കം വരുന്ന സഹാബാക്കൾ മാത്രമാണ് പ്രവാചകന്റെ ഒപ്പം ഉള്ളത്. ഏതാനും ചെറു സംഘവുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. പക്ഷേ പിന്നീട് കൺമുന്നിൽ കണ്ടെത്തുന്നത് ഖുറൈശികളുടെ വൻപടയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വലിയ ഒരു യുദ്ധ സന്നാഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരുടെയും സൈന്യത്തിന്റെ അല്ലെങ്കിൽ ആ സംഘത്തിന്റെ 3 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ സംഘം അവിടേക്കാണ് ചെന്നെത്തുന്നത്. ഖുർആൻ കാണാൻ സാധിക്കും, അന്ന് പ്രവാചകന്റെ ഒപ്പമുള്ള സഹാബാക്കൾ പറയുന്നു, അവരുടെ വിചാരം എന്തെന്ന് വെച്ചാൽ തങ്ങളെ മരണത്തിലേക്ക് വലിച്ചിഴക്കുന്നത് പോലെ അവർക്ക് തോന്നി എന്നുള്ളതാണ്. എങ്ങനെ അവരെ കണ്ടുമുട്ടുമെന്ന് അവർക്കറിയാത്ത ഒരു നിമിഷം വരികയാണ്. കാരണം മുസ്ലിങ്ങളുടെ സംഘത്തിലുള്ളത്, സൈന്യത്തിലുള്ളത് വെറും 2 കുതിരപ്പടയാളികൾ മാത്രമാണ്, വെറും 2 കുതിരകൾ മാത്രമാണ്. അവർക്ക് ആകെ സഞ്ചരിക്കാനുള്ളത് 317ഓളം വരുന്ന ബദരീങ്ങൾ, അവർക്ക് സഞ്ചരിക്കുവാനുള്ളത് കേവലം 100 ഒട്ടകങ്ങൾ മാത്രമാണ്. അബൂ ലുബാബയും അലി റളിയല്ലാഹു അൻഹു പ്രവാചകനും പാടെ ഒരൊറ്റ വാഹനത്തിലാണ് യാത്ര ചെയ്തു പോയത് എന്നുള്ളതാണ് ചരിത്രം. കുറച്ചു നേരം പ്രവാചകൻ യാത്രാമൃഗത്തിൽ, അപ്പോൾ അബൂ ലുബാബയും അലി റളിയല്ലാഹു അൻഹു നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കയറും. ആ സമയത്ത് പ്രവാചകൻ അബൂ ലുബാബയും നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നേക്കാൾ ഈ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഒരു മഹത്വം എനിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കും. ഇങ്ങനെയാണ് അവർ ബദറിലേക്ക് വന്നെത്തുന്നത്. ഖുറൈശ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരുന്ന വാർത്ത കേട്ട് അബൂ സുഫിയാന്റെ കച്ചവട സംഘം അവരുടെ ചാരന്മാർ മുഖേന അവരെ വിവരം അറിയുകയും അവർ വഴി തിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ദംദം ഇബ്നു അംർ അൽ ഗഫാരി ആ മനുഷ്യനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മക്കയിൽ നിന്നും വലിയ ഒരു സൈന്യമായിട്ടാണ് പിന്നീട് അവർ കടന്നു വരുന്നത്. വലിയ കോപ്പുകളുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇദ് അൻതും ബിൽ ഉദ്വതി ദുനിയ വഹും ബിൽ ഉദ്വതിൽ ഖുസ്വ വറകബു അസ്ഫല മിൻകും. അബൂ സുഫിയാന്റെ യാത്രാ സംഘം വഴി മാറ്റിക്കൊണ്ട് കടൽ തീരത്തോട് ചേർന്ന് നിങ്ങളെ വെട്ടിച്ചു മാറ്റി അവർ യാത്ര തിരിച്ചു. നിങ്ങൾ മദീനയോട് അടുത്ത ആ ഭാഗത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ മദീനയോട് അകന്നിട്ടുള്ള ഉദ്വത്തിൽ ഖുസ്വയിൽ ബദറിനെ ആ ഭാഗത്തേക്ക് മുശ്രിക്കീങ്ങളും അവരുടെ സംഘവും വന്നെത്തുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ, അത് നിങ്ങൾ ഓർക്കുക എന്ന് സൂറത്ത് അൻഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ബദറിന്റെ ചരിത്രം. അത് നിങ്ങൾ ഓർക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സംഭവം എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീകളെ നോക്കിക്കൊണ്ട്, ബദറിൽ ആ ചെറു സംഘത്തെ നോക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത് ഫഹ്മിൽഹും. അള്ളാഹുവേ, ചെരുപ്പ് ധരിക്കാത്ത പാദങ്ങൾ, അതും ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടന്നകലുന്ന ആ സംഘമാണ്. അതുകൊണ്ട് റബ്ബേ, അവരെ നീ വഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാ ഫക്സുഹും. അള്ളാഹുവെ, ഉടുതുണിയില്ലാത്ത ആ ബദരീങ്ങളെ നീ ഉടുപ്പിക്കണമേ. ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ. അള്ളാഹുവെ, വിശപ്പകറ്റുവാൻ ഒരു റൊട്ടിയുടെ കഷ്ണം പോലും ഇല്ലാത്ത സൈന്യമാണ്. അതുകൊണ്ട് നീ അവരുടെ വിശപ്പകറ്റണമേ. ഇതാണ് ബദരീങ്ങൾ. ഒന്നുമില്ലാതെയാണ് ആ ബദറിന്റെ സൈന്യത്തിൽ, ആ ബദറിന്റെ രണഭൂമിയിലേക്ക് അവർ വന്നെത്തുന്നത്. പക്ഷെ അവർക്കുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് തവക്കുലിന്റെ കരുത്തുണ്ടായിരുന്നു, ആദർശത്തിന്റെ ബലമുണ്ടായിരുന്നു, പ്രാർത്ഥനയുടെ കരുത്ത് അവർക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. റമദാൻ 16-നാണ് ഇതുപോലെ. റമദാൻ 16-ന്റെ ദിവസത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ ഒരുക്കുന്നത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സഹാബാക്കളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ആലോചിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൂറ കൂടുന്നുണ്ട്, ആളുകളോട് കൂടി ആലോചിക്കുന്നുണ്ട്. സഹാബാക്കൾ പ്രവാചകന് കരുത്ത് നൽകി. പ്രവാചകരെ, അങ്ങീ ചെങ്കടലേക്ക് ഊളിയിടാനാണ് പറയുന്നത് എങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ് പ്രവാചകരെ. മൂസാ നബിയോട്
അവിടുത്തെ ബനൂ ഇസ്രായേലുകാർ പറഞ്ഞല്ലോ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കുക എന്നുള്ള വർത്താനം പ്രവാചകരെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവർ പ്രവാചകന് ശക്തി പകർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റമദാനിലെ 17-ാം രാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും പ്രാർത്ഥനയിലാണ്, സുജൂദിലാണ്, നമസ്കാരത്തിലാണ്. പ്രവാചകൻ അർശിന് നേരെ കണ്ണും നട്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥന ഉയരുന്ന ആദരങ്ങളാൽ ആ രാവ് കഴിച്ചുകൂട്ടി. പ്രവാചകന്റെ ശിരോവസ്ത്രം വരെ നിലത്തു വീഴുമാറ് പ്രവാചകൻ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തട്ടി വിളിക്കുമ്പോഴാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയിൽ നിന്നും വിരമിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം നീ എനിക്ക് നൽകണമേ. ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. അള്ളാഹുവേ, ഈ ചെറുസംഘത്തെ നീ ഇല്ലായ്മ ചെയ്താൽ ഈ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആളുകളില്ലാതെ വരുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിജയം അവർക്ക് വന്നെത്തി എന്നുള്ളതാണ്. സൂറത്ത് അൻഫാലിൽ കാണാം, നിങ്ങൾ സഹായം തേടിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം കൊണ്ടുവന്ന് തന്നു എന്നുള്ളതാണ്. അവിടെ ഇസ്തഗീസു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം. നിങ്ങൾ ഇസ്തിഗാസ നടത്തിയ സമയത്ത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ആ ബദരീങ്ങളോടാണ് ഇന്ന് ഇസ്തിഗാസ നടത്തുന്നത്. നമുക്കതിലേക്ക് വരാം. എന്നാൽ ഇതേ സമയം മറുഭാഗത്ത് അബൂജഹലും റബ്ബിനോടാ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും പ്രാർത്ഥിക്കുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അയ്യുനാ കാന അഹബ്ബു ഇലൈക വഅർദാ ഇൻദക ഫൻസുർഹു അൽയൗം. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൃപ്തിയുള്ള ആളുകൾ ആരെന്നോ അവരെ നീ ഇന്നേ ദിവസം വിജയിപ്പിക്കണമേ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന കാണാം. അഥവാ ഞങ്ങൾക്ക് കേട്ടുപരിചയമില്ലാത്ത ആദർശവുമായി വന്ന ആരാണോ, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചവൻ ആരാണോ അവരെ നീ പരാജയപ്പെടുത്തണമേ എന്നെല്ലാം അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ, സൂറത്ത് അൻഫാലിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. നിങ്ങൾ വിജയം ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജയം ഇതാ വന്നെത്തിയിരിക്കുന്നു. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് അല്ലാഹു തന്നെ പറയുന്നത്. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആരാണോ അവരെ നീ വിജയിപ്പിക്കണമേ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണോ അവരെ അള്ളാഹു വിജയിപ്പിച്ചു. അതാണ് ബദറിന്റെ ചരിത്രം. അതുകൊണ്ടാണ് ബദറിനെ യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നത്. സത്യത്തെയും അസത്യയും വേർതിരിച്ചിട്ടുള്ള ദിവസമാണ് ബദറിന്റെ ദിവസം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ബദറിൽ നിന്നും നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയത്ത് എനിക്ക് പറയുവാനുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ബദർ നടന്നിട്ടുള്ളത്? തൊട്ടപ്പുറത്തുള്ള സൈന്യത്തിലും ഇതേ ആളുകളുടെ ചോരയാണ്, ഇതേ ആളുകളുടെ ബന്ധുക്കളാണ് മറുഭാഗത്തുമുള്ളത്. അല്ലേ? പിതാവിനെ വെട്ടേണ്ടി വന്നിട്ടുള്ള സഹാബാക്കളുണ്ട്, സഹോദരങ്ങളെ ബന്ദിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ മകനെ അന്വേഷിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ശത്രുപക്ഷത്താണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ശത്രുപക്ഷത്താണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അവർ സ്വന്തം ബന്ധുക്കൾക്കു നേരെ വാളേന്തിയിട്ടുള്ളത്? അവർ രണ്ടുപേരും അവരുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു. രണ്ടുപേരും അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്. രണ്ടുപേരും റബ്ബിനോട് ചോദിക്കുന്നു. എന്തിനാണ് പിന്നെ ബദർ നടന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, കാര്യം വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്ന് മാത്രമല്ല, റബ്ബിന് പുറമെയും അവർ ആരാധനകൾ അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കുവിൻ എന്ന് മാത്രമല്ല, നിങ്ങൾ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പ്രവാചകൻ ആട്ടി ഓടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിലൂടെ അവരോട് പറയുന്ന സമയത്ത് അവരെന്താണ് പറഞ്ഞത്? എന്തിനാണ് ഞങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ അവരോട് സഹായം തേടുവാനുള്ള കാരണം? അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ.
അവർ പറഞ്ഞു ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു ഇടയാളന്മാരായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. അവരുടെ കാഴ്ചപ്പാടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഈ വലിയ ശക്തിയിലേക്ക് പാപികളായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള നമുക്ക് ആ റബ്ബിലേക്ക് നേരിട്ട് പ്രാർത്ഥിക്കുവാനോ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുവാനോ നമുക്ക് സാധിക്കൂല. അതുകൊണ്ട് മുൻകഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നതിൽ അധികവും കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരായിരുന്നു. കാബക്ക് ചുറ്റുമുള്ള ബിംബങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും എല്ലാം ബിംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരോടായിരുന്നു ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. എന്നിട്ട് പറയാണ് റബ്ബിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മാത്രമല്ല അവർ പറയുമെന്നുള്ളതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിക്കൊണ്ട് ഇവരുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തോട് ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുവാൻ എന്ന പേരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസമുള്ളതോടൊപ്പം തന്നെ ഇടയാളന്മാരെ വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര ആളുകൾ സഹായം തേടുന്നുണ്ട്, എത്ര ആളുകൾ ഇസ്തിഗാസ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇതെല്ലാം വ്യക്തമാണ്, ഖുർആനിലൂടെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നതാണ്. അവർക്കൊരിക്കലും ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അല്ലാഹു അല്ല എന്നൊരു വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാനിലൂടെ 25-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്. ആരാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. എല്ലാ വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്കറിയാമായിരുന്നു. പക്ഷേ റബ്ബിലേക്ക് അടുപ്പിക്കുവാനും റബ്ബിന്റെ അടുക്കൽ ശുപാർശകരായി ഉണ്ടാകുവാൻ വേണ്ടിക്കൊണ്ട് അവർ മറ്റുള്ളവരോട് സഹായം തേടി. അള്ളാഹുവിന്റെ അടുപ്പിക്കുവാൻ വേണ്ടിക്കൊണ്ട് അവർക്ക് വേണ്ടിക്കൊണ്ട് നേർച്ച നടന്നു, അവർക്ക് വേണ്ടിക്കൊണ്ട് ബലിയർപ്പിച്ചു. എന്നാൽ ഇതേ കാര്യം ഇന്ന് പ്രിയപ്പെട്ടവരെ, ബദർ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ചരിത്രം നമ്മോട് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും, ആ ബദരീങ്ങളിൽ നിന്നും, ആ ബദറിന്റെ യുദ്ധഭൂമികളിന്റെ അവിടെയുള്ള പാഠങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ഒരു അപകടം കടന്നു വരുമ്പോഴേക്കും ബദരീങ്ങളെ കാക്കണേ എന്നുള്ള ശിർക്കൻ വാചകം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം കാതുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ആരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഈ ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സഹായം തേടിയ സമയത്ത് അള്ളാഹുവിന്റെ സഹായം വന്നെത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ബദരീങ്ങൾ തേടിയിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള, സഹായം ചോദിച്ചിട്ടുള്ള റബ്ബിനോടല്ലേ നമ്മൾ സഹായം ചോദിക്കേണ്ടത്? എത്രമാത്രം വ്യക്തമായിട്ടുള്ള ഈ കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ആ ബദരീങ്ങളോട് സഹായം ചോദിക്കുകയാണ്. അവർക്ക് വേണ്ടിക്കൊണ്ടാണ് പലപ്പോഴും ആരാധനകൾ നടത്തുന്നത്. എന്താണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ നടത്തിയിട്ടുള്ളത്? ബദരീങ്ങളെക്കാൾ ഉന്നതരായിട്ടുള്ള അമ്പിയാക്കളെയാണ് അവർ നേരെ തിരിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇതാണ് വ്യത്യാസം പ്രിയപ്പെട്ടവരെ. ആരെയും കളിയാക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ അല്ല. പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള ഈ സത്യത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ ശിർക്കിന്റെ അന്ധകാരങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ഈ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടെന്ന് പറയുമ്പോഴുള്ള വേദനയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. റബ്ബിലേക്ക് മടങ്ങുവാനാണ് ബദർ നമ്മോട് പറയുന്നത്. ജീവിതത്തിന്റെ ഏതൊരു ഘട്ടം വന്നാലും റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ് ബദർ നമ്മോട് പറയുന്നത്. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും മസ്തപിച്ചുകൊണ്ട് നമ്മൾ അകപ്പെട്ടുപോയി എന്ന് നമ്മൾ കരുതുന്നിടത്ത് റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട്, റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. ബദറിന്റെ പാഠങ്ങൾ നമ്മൾ ഓരോന്നായിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാനാണ് യഥാർത്ഥത്തിൽ ബദറിന്റെ ചരിത്രം റബ്ബ് നമ്മോട് ഓർക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങുവാൻ, ആ റബ്ബിലേക്ക് സകലതും അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതല്ലാതെ റബ്ബിനോട് ചോദിച്ച് വിജയം കണ്ടെത്തിയിട്ടുള്ള ബദരീങ്ങളോടല്ല നമ്മൾ ചോദിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നേ ദിവസം ഇനി ബദരീങ്ങൾക്ക് വേണ്ടിക്കൊണ്ടുള്ള വലിയും അത്തരത്തിലുള്ള കാര്യങ്ങളും അവരുടെ ആണ്ട് തീർച്ചയും എന്നെല്ലാം പേരുകൾ ഇട്ടുകൊണ്ട് വിളിക്കുന്ന സമ്പ്രദായം പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രം ബദരീങ്ങളിൽ 14 പേരിൽ അതിലധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന യുദ്ധങ്ങളിൽ
8ഓളം യുദ്ധങ്ങളിലായിക്കൊണ്ട് 180ഓളം ശുഹദാക്കൾ പ്രവാചകന്റെ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഒരാളുടെ പേരിലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ഒരു കർമ്മം നിർവഹിച്ചതായിക്കൊണ്ട് എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കില്ല. സഹാബാക്കളെക്കാൾ ഉന്നതരാണ് പ്രവാചകന്മാർ എന്നുള്ളത്, അമ്പിയാക്കൾ എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ് എങ്കിൽ അവർക്ക് മുമ്പേ എത്രയോ പ്രവാചകന്മാർ കടന്നുപോയില്ലേ? യഹൂദരും മറ്റും എത്രയോ പ്രവാചകന്മാരെ വധിച്ചിട്ടില്ലേ? അങ്ങനെ ശുഹദാക്കളായിട്ടുള്ള പ്രവാചകന്മാർ പ്രവാചകന്റെ മുമ്പേ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്തുകൊണ്ട് നബി അവർക്ക് വേണ്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കർമ്മം പഠിപ്പിച്ചില്ല? പ്രവാചകന്റെ ജീവിതത്തിൽ കാണിച്ചതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള മാതൃക. അതല്ലാത്തതെല്ലാം ബിദ്അത്താണ് എന്ന് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ ആശയാദർശത്തെ നെഞ്ചിലേക്കിക്കൊണ്ട് ശത്രുക്കളെതിരെ പൊരുതി പോരാടിക്കൊണ്ട് വിജയം വരിച്ചവരാണ് ആ ബദറിലെ ബദരീങ്ങളെന്ന് എങ്കിൽ അതിനു വേണ്ടിക്കൊണ്ട് രക്തം അത് മാറ്റിവെച്ചവരാണ് അവിടുത്തെ ശുഹദാക്കളെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ ആദർശമാണ് നമുക്ക് വേണ്ടത്. അവർ തേടിയിട്ടുള്ള റബ്ബിനോടാണ് നമ്മൾ തേടേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബഖീഉൽ ഉറഖദിൽ എത്രയോ സഹാബാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബദറിന്റെ രണഭൂമിയിൽ എത്രയോ സഹാബാക്കളെ ഖബറടക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബർ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇന്ന സഹാബി ആണ് ഈ ഖബറിലുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും വകുപ്പില്ല. എന്നാൽ ആ ബദരീങ്ങളുടെ പിൻതലമുറക്കാരായിട്ടുള്ള നമ്മൾ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള നല്ലവരായിട്ടുള്ളതും അല്ലാത്തവരുമായിട്ടുള്ള മനുഷ്യരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുകയും അവിടെ പച്ചത്തുണിയിടുകയും അതിന് മുമ്പിൽ സുജൂദ് അർപ്പിക്കുകയും അതിന്റെ മുമ്പിൽ തങ്ങളുടെ വേദനകൾ പറയുകയും അതിന്റെ മുമ്പിൽ അവർക്ക് വേണ്ടിക്കൊണ്ട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന എത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണോ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം? ഇതാണോ ബദരീങ്ങളുടെ പിൻതലമുറക്കാരായിട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ വിശ്വാസികളുടെ വിശ്വാസം എന്നുള്ളത്? ഒരിക്കലും അല്ലല്ലോ. അതുകൊണ്ടൊന്ന് മാറി ചിന്തിക്കുവാൻ, ഒന്നാലോചിക്കുവാൻ, ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിക്കുവാൻ, ഖുർആനിന്റെ വെളിച്ചത്തിൽ മനസ്സ് തുറന്നൊന്ന് ആലോചിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇതുപോലെ റമദാൻ 17 ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ആശയം കൊണ്ട്, ആദർശം കൊണ്ട്, വിശ്വാസം കൊണ്ട് ആയുധധാരികളായിട്ടുള്ള ഒരു വലിയ വൻപടയെ, അഹങ്കാരത്തിൻ്റെ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുമതിയോടുകൂടി പരാജയപ്പെടുത്തിയത്. റബ്ബിനോട് അവർ സഹായം ചോദിച്ചു. പ്രവാചകൻ റബ്ബ് അള്ളാഹുവിൻ്റെ പ്രവാചകന് സഹായം നൽകി. നുആസായിക്കൊണ്ട്, അഥവാ അവർക്കൊരു മയക്കം പിടിപെട്ടു. അന്നേ ദിവസം രാവിലെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും മഴ വർഷിപ്പിച്ചു കൊടുത്തു. ശത്രുക്കളുടെ എണ്ണം അവരുടെ കണ്ണിൽ കുറഞ്ഞതായിക്കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല 1000ഓളം മലക്കുകളെ തുടരെ ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. ഇതെല്ലാം റബ്ബ് പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. റബ്ബിനോട് തേടി, റബ്ബിൽ തവക്കുൽ ചെയ്തു. ഒന്നുമില്ലെങ്കിലും റബ്ബ് അവരെ സഹായിച്ചു. എന്നാൽ മറുപക്ഷത്തുള്ള ആളുകളും റബ്ബിനോട് ചോദിച്ചു വിജയം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അഹങ്കാരത്തിന് തീർപ്പ് കൽപ്പിച്ചു. വളരെ നിന്ദ്യരായിക്കൊണ്ടാണ് അവരെ പിടിച്ചടക്കുന്നത് മുസ്ലിം സൈന്യം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നൽകുന്നത് ആദർശമാണ്, വിശ്വാസമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ കരുത്തെന്നും റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസമർപ്പിച്ചാൽ, പ്രാർത്ഥന അത് നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കണ്ടറിയാൻ സാധിക്കും എന്നുള്ളതെല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വെച്ചത്, ഈ ബദറിൻ്റെ പാഠങ്ങളും ബദരീങ്ങളുടെ വിശ്വാസവും
അവരുടെ ആശയാദർശങ്ങളുമാണ് പിൻഗാമികളായിട്ടുള്ള നമുക്കും വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും തന്നെ ആളുകൾ ഒരുപാടുണ്ട്, അവർ ചെയ്യുന്നത് പോലെ നമുക്കും ചെയ്യാം എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നയം എന്നുള്ളതും. ഇതൊന്നും നമുക്ക് കേട്ട് പരിചയമില്ലല്ലോ. ഖുർആനിലും ഹദീസിലും ഉണ്ട് എന്നുള്ളതെല്ലാം ശരി തന്നെ. പക്ഷേ നമുക്ക് മുമ്പേ നമ്മുടെ ബാപ്പ വല്ലിപ്പമാരെല്ലാം തന്നെ ഇതേ വിശ്വാസം പേറിക്കൊണ്ടാണല്ലോ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും അവര് പോയ സ്വർഗത്തിൽ പോയാൽ മതി എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. ഇതുപോലെയാണ് അവരും പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് അറിവില്ലാത്തത്, ഞങ്ങൾക്ക് കേട്ടു പരിചയമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന പ്രവാചകനെ തോൽപ്പിക്കാൻ വേണ്ടിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ബദരിലേക്ക് വന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അവിടെ തീർപ്പ് കൽപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിലാണ്, ആ തൗഹീദിന്റെ തണലിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ആശയത്തിന് വേണ്ടിക്കൊണ്ട് ജീവൻ വരെ പണയം വെക്കുവാനുള്ള കരുത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശയത്തിനും ആദർശത്തിനും നമുക്ക് വേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ അവരെല്ലാം തന്നെ ഈ ഒരു വിശ്വാസത്തിലാണ്. അതുകൊണ്ട് അതിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അത് നമുക്ക് പാടില്ലാത്തതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ വിശ്വാസത്തിന് വേണ്ടിക്കൊണ്ട്, അവർ കണ്ട സ്വർഗത്തിന് വേണ്ടിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൂമു ഇലൽ ജന്ന അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് വരിക എന്ന് യോദ്ധാക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന സമയത്ത് തിന്നുകൊണ്ടിരിക്കുന്ന കാരക്കയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ കാരക്ക് തിന്നുന്ന സമയം എന്നുള്ളത് ഒരുപാട് കാലം ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ്, എനിക്ക് ഉടനടി സ്വർഗത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിന്നുന്ന കാരക്ക വരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ബദറിലേക്ക് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ഷഹീദായ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം പണിയെടുത്തത് സ്വർഗത്തിന് വേണ്ടിക്കൊണ്ടാണ് എങ്കിൽ ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലേക്കും കടന്നു വരാനിരിക്കുന്നത്. അവസാനത്തെ 10 എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം നമ്മൾ വില കൊടുക്കേണ്ടതും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന സമയവുമാണ് ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും പ്രിയപ്പെട്ടവരെ അത്രമേൽ പവിത്രമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് അടുക്കുവാൻ, അതിനു വേണ്ടിക്കൊണ്ട് പരിശ്രമിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, നമ്മുടെ ആശയാദർശത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ച അത് പാടില്ലാത്തതാണ് എന്ന് തിരിച്ചറിയുക. ബദരീങ്ങളുടെ ആണ്ടും നീർച്ചയുമെന്നുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുൻഗാമികളെല്ലാം തന്നെ എതിർത്തിട്ടുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ തൗഹീദിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. നമുക്ക് കൂടെയുള്ള ആളുകൾക്കും ഹിദായത്തിന് വേണ്ടിക്കൊണ്ട് നിരന്തരം നമ്മൾ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സാന്ദ്രികമായിക്കൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനറേറ്റർ അത് വാങ്ങുവാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഉണ്ടാകും. എല്ലാവരെ കൊണ്ടും തന്നാൽ കഴിയുന്നതെന്തോ അത് എത്ര ചെറുതാണ് എങ്കിലും വലിയ മനസ്സോടുകൂടി, വലിയ നീയത്തോടുകൂടി ഈ പുണ്യങ്ങളുടെ ദിനരാത്രമായ റമദാനിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അതുമായി കൊണ്ട് സഹായിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുമായി കൊണ്ട് അതിന്റെ പരിപാലനവുമായി കൊണ്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടുന്ന, അതിന്റെ പവിത്രതയെ സൂചിപ്പിക്കേണ്ടുന്ന ആവശ്യകത ഇല്ല എന്നറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിക്കൊണ്ട് ഒരു കിളിക്കൂടിന് സമാനമായിട്ടുള്ള ചെറിയ പള്ളിയാണ് പണിയുന്നത് എങ്കിലും ആ മനുഷ്യന് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നൽകുന്ന സ്വതക്ക, ഇത്തരത്തിലുള്ള ജാരിയായിട്ടുള്ള സ്വതക്കകൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഖബറിൽ വെളിച്ചമായിക്കൊണ്ട് അതെല്ലാമാണ് ഉണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി ഇതാരുടെയും നേട്ടത്തിനോ ലാഭത്തിനോ മറിച്ച് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി, നല്ല നീയത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി ഈ ഒരു കളക്ഷനുമായി കൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും രഹസ്യവും പരസ്യവും അതുപോലെ തന്നെ വലുതും ചെറുതും എല്ലാം തന്നെ നമുക്ക് വിട്ടുവീഴ്ച നൽകി പുറത്തു മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ
മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികളുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ, അവരുടെ രോഗത്തിന് നീ ശിഫ നൽകിക്കൊണ്ട് അവരെ എത്രയും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.